Good afternoon, all. Good afternoon, ma'am. Confused എടുത്ത് നോക്കി എല്ലാവരും ക്ലിയർ ആണോ? ബാക്കി എടുക്കാം. നമുക്ക് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് വരെയാണ് അല്ലെ എടുത്തത്. ഒരു 3 തേർഡ് പോയിന്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. തേർഡ് പോയിന്റ് മിസ് പറഞ്ഞില്ലേ? അവിടം വരെ ഫിനിഷ് ചെയ്തു. ബാക്കി മിസ് എടുക്കാം കേട്ടോ. Identification of gaps, gap analysis, evolve action plan on the advice of in charge of the hospital and monitor compliance. Gap analysis, identification gap എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു ഓരോ ഹോസ്പിറ്റലിനും അവിടേതായ എന്തുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, നിയമങ്ങളുണ്ട് അല്ലെ, നിയമങ്ങളും നയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ നിലവാരത്തിൽ അല്ലെ, ഹോസ്പിറ്റലിൽ പല സെക്ഷൻ ഉണ്ടല്ലോ, പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, ഇല്ലേ? ICU ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്, ഫാർമസി ഉണ്ട്, ഡയറ്ററി ഉണ്ട്, ഡയാലിസിസ് ഉണ്ടല്ലോ, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഓരോ വിഭാഗത്തിന്റെയും ഗുണനിലവാരത്തിന്റെ അഭാവം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ആര് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നു, അസസ് ചെയ്യുന്നു. ഇതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവിടുത്തെ ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും അഭാവങ്ങളുണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ഗ്യാപ്പ് അനാലിസിസ് ഐഡന്റിഫൈ ചെയ്യുക. ക്ലിയർ ആയോ? ഗ്യാപ്പ് അനാലിസിസ് ചിലപ്പോ എന്താണ് ഒരു മിഷണറീസിന്റെ എന്തെങ്കിലും മിഷണറീസിന്റെ എന്തെങ്കിലും തകരാറാകാം, അതല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഫെസിലിറ്റീസിന്റെ എന്തെങ്കിലും കുറവാവാം, ഫാർമസിയിൽ എന്തെങ്കിലും മെഡിസിനുകളുടെ കുറവാവാം അല്ലെ, പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുമല്ലോ. അപ്പൊ അങ്ങനെ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് ഗ്യാപ്പ് അനാലിസിസ്? ക്വാളിറ്റി മാനേജർ ഇങ്ങനെയുള്ള ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ആർക്കാണോ ചാർജർ, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോ ചാർജർ ആയിരിക്കും അല്ലെ, ഇൻചാർജർ ആയിരിക്കുമല്ലോ അല്ലേ, ഓരോ സെക്ഷനിലും ഓരോ ഇൻചാർജർ ആയിരിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ആളുകളുടെ ഉപദേശപ്രകാരം അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? മോണിറ്റർ കംപ്ലൈൻസ് എന്താണ്? ഗ്യാപ്പ് അനാലിസിസ് ഒക്കെ കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ട ഇൻചാർജ് ആ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കാണോ ഇൻചാർജ് അയാളുടെ നിർദ്ദേശപ്രകാരം ആക്ഷൻ പ്ലാനുകൾ എന്താണ് പ്രവർത്തന പദ്ധതി ആക്ഷൻ പ്ലാനുകൾ ഉപദേശിക്കുകയും ആവിഷ്കരിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. എന്താണ്? ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ കിട്ടുക അല്ലെ, അംഗീകാരം കിട്ടുക. ഏതെങ്കിലും ഹോസ്പിറ്റലിന് എന്തെങ്കിലും അംഗീകാരം ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന് സംസാരിക്കണം അല്ലെ, മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടല്ലേ ഒരുപാട് ഹോസ്പിറ്റലിൽ വന്ന് മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടല്ലേ അവർക്ക് അക്രഡിറ്റേഷൻ ഒക്കെ ലഭിക്കുന്നത്. ഇവിടെയുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഒരുപാട് ചെക്കിംഗ് അസസ്മെന്റുകളൊക്കെ നടന്നതിന് ശേഷമായിരിക്കും ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള മീറ്റിംഗ് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട
മീറ്റിങ്ങുകൾക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ക്ലിയർ ആയോ? അത് ഇതാരൊന്നും പറയാത്തെ, ദിൻഷ മാത്രം റിപ്ലൈ തരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ക്ലിയർ ആവുന്നുണ്ടോ? അഞ്ചു ഓക്കെ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് മിസ്സിന് മനസ്സിലാവുള്ളൂ ട്ടാ. Next, ensuring that the hospital meets all regulatory compliance like BMW, waste management, blood bank, storage license, AERB ആണ് ട്ടോ. AREB അല്ല, AERB regulations. അതായത് റേഡിയേഷൻ ലൈസൻസ് എന്താണ് ഹോസ്പിറ്റലില് കംപ്ലൈൻസ് വരാൻ സാധ്യതയുള്ള ഏരിയകൾ ഏതൊക്കെയാണ്? ബയോമെഡിക്കൽ വേസ്റ്റിലെ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, ബ്ലഡ് ബാങ്കില് സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ട്, റേഡിയേഷനില് AERB എന്ന് പറഞ്ഞാല് നിങ്ങൾ റേഡിയേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അതുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, പിന്നെന്താണ് ബ്ലഡ് ബാങ്കിലെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്, സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ട്, റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Next, keep records non-functional equipments and timeline for its repair along with the AMC for all equipments. എന്താണ് പ്രവർത്തനരഹിതമായ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലില്? എന്തെങ്കിലും തകരാറ് സംഭവിച്ച എക്യുപ്മെന്റുകൾ ഉണ്ടാവും. അങ്ങനെ പ്രവർത്തനക്ഷമമായ ഹോസ്പിറ്റലുകൾ എന്താണ് എന്തെങ്കിലും റിപ്പയർ ഉള്ള അല്ലെ അറ്റകുറ്റപ്പണികൾക്കുള്ള സമയരേഖ, ഏതെങ്കിലും എക്യുപ്മെന്റുകൾ അറ്റകുറ്റപ്പണികൾ ഉണ്ട്, എന്തെങ്കിലും റിപ്പയറിംഗ് ഉണ്ട്, അപ്പൊ അതിനുള്ള സമയരേഖ എത്ര ടൈം ലൈനിനുള്ളിൽ അത് തീർക്കണം, അങ്ങനെയുള്ള സമയരേഖ. പിന്നെ ഉള്ള എല്ലാ എക്യുപ്മെന്റ്സുകളുടെയും AMC റെക്കോർഡ്. AMC റെക്കോർഡ് എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റെനൻസ് റെക്കോർഡുകൾ, ഏതൊക്കെ മെഷീൻസ് എന്നൊക്കെ സർവീസ് ചെയ്യണം, എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയുള്ള റെക്കോർഡ്, കോണ്ടാക്റ്റുകൾ, അതൊക്കെ എന്താണ് അങ്ങനെയുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റുകളുടെ എന്താണ് എന്തെങ്കിലും റിപ്പയറിങ് അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതിന്റെ സമയരേഖ എത്ര സമയത്തിനുള്ളിൽ തീർക്കണം. പിന്നെ അത് കൂടാതെ എന്താണ് എല്ലാ എക്യുപ്മെന്റുകളുടെയും ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റും ആരാണ് സൂക്ഷിക്കേണ്ടത്? ക്വാളിറ്റി മാനേജർ സൂക്ഷിക്കണം, റെക്കോർഡുകൾ സൂക്ഷിക്കണം. ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് റെക്കോർഡുകൾ ആര് സൂക്ഷിക്കണം? ക്വാളിറ്റി മാനേജർ സൂക്ഷിക്കണം. പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipment and vehicles and modernization of hospital. എന്താണ് ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനും, അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉന്നമനത്തിനും പ്രതിരോധത്തിനുമുള്ള നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. കൂടാതെ എന്താണ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റുകളുടെ ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും മെയിൻ്റെനൻസ് പരിപാലനം. പിന്നെ എന്താണ് ആശുപത്രികളുടെ നവീകരണവും ആരുടെ ഡ്യൂട്ടിയാണ്? ക്വാളിറ്റി മാനേജർ. അതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഉറപ്പാക്കുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഉന്നമനം, ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിനും പ്രിവന്റീവ് പ്രതിരോധത്തിനുമുള്ള നടപടി. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹോസ്പിറ്റലിലെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. കൂടാതെ എക്യുപ്മെന്റുകൾ, വാഹനങ്ങളുടെ പരിപാലനം ഉണ്ടാവും അല്ലെ, ഇത്ര നാളെയും സർവീസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എക്യുപ്മെന്റുകളും വാഹനങ്ങൾക്കും. അങ്ങനെയുള്ള വാഹനങ്ങളുടെയും എക്യുപ്മെന്റുകളുടെയും പരിപാലനം, പിന്നെ ഹോസ്പിറ്റലിന്റെയും ഉന്നമനത്തിനും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക. Next, to install and virtual grievance redressal system both for employees and the patients. എന്താണ് പേഷ്യൻസിനും എംപ്ലോയീസിനും കംപ്ലൈന്റുകൾ അല്ലെ, ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ് പരാതി പരിഹരിക്കാൻ അല്ലെ, അവര് പരാതികൾ പരിഹരിക്കാനായിട്ട് വെർച്വൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും. വെർച്വൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് പരാതികൾ കൊടുക്കാൻ പറ്റുമല്ലോ.
ഓൺലൈൻ വഴി നിങ്ങൾക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാം, കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ്, വെർച്വൽ സിസ്റ്റം കൊണ്ടുവരിക. ജീവനക്കാർക്കും രോഗികൾക്കും പരാതികൾ രജിസ്റ്റർ ചെയ്യാനും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വെർച്വൽ പരാതി പരിഹാര സംവിധാനം കൊണ്ടുവരിക. നെക്സ്റ്റ് സ്ട്രെങ്തൻ ആണ് കേട്ടോ. 10ാമത്തെ സ്ട്രെങ്തൻ ആണ് കേട്ടോ. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ബീക്കൺ. MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ എന്താണ് സ്ട്രെങ്തൻ ചെയ്യുക, വികസിപ്പിക്കുകയും എന്താണ് ശക്തിപ്പെടുത്തുകയും അതിനുവേണ്ട റിപ്പോർട്ടുകൾ, ആക്ഷൻ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് ഒരു 32 എണ്ണം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് നമുക്ക് അംഗീകാരം, ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കുക, ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റനും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ശക്തിപ്പെടുത്തുകയും അതിനുവേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു 30 നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 32 എണ്ണം നിർബന്ധമായും ചെയ്യേണ്ട, പാലിക്കേണ്ട 32 കാര്യങ്ങൾ. നെക്സ്റ്റ്, കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. ക്വാളിറ്റി അസസ് ചെയ്യുന്ന, ക്വാളിറ്റി വിലയിരുത്തുന്ന അതോറിറ്റിയുമായി MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി എന്താണ് ക്വാളിറ്റി അസസ് ചെയ്യുന്ന, വിലയിരുത്തുന്ന അതോറിറ്റി ഉണ്ട്. അത് ബോർഡ് ഓഫ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അവരൊക്കെ വരുന്ന ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, എൻഷുർ ദി എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എന്താണ് ജീവനക്കാരുടെ എഡ്യൂക്കേഷൻ അല്ലെ, അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി അവരെന്താണ് പ്രൊഫഷണൽ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ, ക്വാളിറ്റി ഉള്ള അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സ്റ്റാൻഡേർഡ് ഉള്ളതാക്കാൻ വേണ്ടി അല്ലെ, ഗുണനിലവാരമുള്ളതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, അതായത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക. ക്ലിയർ ആയത്? ഓരോ സ്റ്റാഫുകളും പല പല ഡ്യൂട്ടീസ് ആണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങള് അവർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഗുണനിലവാരമുള്ളതാക്കി ചെയ്യുന്നതിന്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ട അവർക്ക് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റലിലെ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള കമ്മിറ്റികൾ ഉണ്ടല്ലോ. ഡ്രഗ് ആൻഡ് ഇപ്പൊ നിശ്ചിതത്തെ തന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെ, പല കമ്മിറ്റികളില്ലേ ഹോസ്പിറ്റലില്. അങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം, അതിൽ ആരൊക്കെ ഉൾപ്പെടണം, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കണം എന്ന് ക്രമീകരിക്കുന്നതിനും ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയത്? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? വിൻഷ മാത്രം പറയുന്നുള്ളൂ, മിസ്സിന് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇല്ലേ. ഒരു കമ്പനിയിൽ തന്നാലാണ് മിസ്സിന് ക്ലിയർ ആവുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? സെക്കൻഡ് പീരീഡ് ആയപ്പോ ഉറങ്ങിയാണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? Quality certification is process for improving
patient containment and enhancing quality standard across the hospital of our country. എന്ന് വെച്ചാല് നമ്മുടെ രാജ്യത്ത് അല്ലെ, our country, നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകളെ, ആശുപത്രികളുടെ എന്താണ്, ആശുപത്രികളില് രോഗികളുടെ സംതൃപ്തി, കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെ എന്താണ് ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ് പേഷ്യൻസിന്റെ സംതൃപ്തിയിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള അവർക്ക് നടത്തുന്ന സർവീസുകളില് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രോസസ്സിന്, ഒരു പ്രക്രിയയെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്, എന്തൊക്കെ സർവീസുകൾ ലഭിക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ, ടെസ്റ്റുകൾ ഉണ്ട്, ഡോക്ടേഴ്സിന്റെ സർവീസുകൾ ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുന്നില്ലേ? ഉണ്ടോ? പലതരത്തിലുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ. എന്തായാലും പറയട്ടെ. ഉണ്ട്. അപ്പൊ എന്താണ് അതിലെന്ത് പേഷ്യൻസിന് സംതൃപ്തി ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കണം? അവിടെ നിന്ന് കിട്ടുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന കെയർ സർവീസുകൾ, ഫെസിലിറ്റീസിൽ നിന്ന് സംതൃപ്തി കിട്ടണമെങ്കിൽ അവർക്ക് എന്തുമായിരിക്കണം? എന്താണ് കിട്ടേണ്ടത്? അവിടെ നിന്ന് ഗുണനിലവാരമുള്ള കെയർസ് കിട്ടണം അല്ലെ, ഗുണനിലവാരമുള്ള സർവീസുകൾ ലഭിക്കണ്ടേ? അപ്പൊ അങ്ങനെ എന്താണ് ഹോസ്പിറ്റലില്, നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് ഓരോ ഹോസ്പിറ്റലിന് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നൽകുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയാക്കും? ക്വാളിറ്റി ഉള്ളതാക്കും അല്ലെ, ഗുണനിലവാരമുള്ളതാക്കും. അവിടുത്തെ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവരെങ്ങനെയാണ് അംഗീകാരമുള്ള അല്ലെ, വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാക്കി മാറ്റും. അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ സർവീസുകളിലും ഫെസിലിറ്റീസിലും എന്ത് ചെയ്യും? ഗുണനിലവാരം ഉറപ്പുവരുത്തും അല്ലെ, ക്വാളിറ്റി അഷുറൻസ് എടുക്കും. അപ്പൊ അതെന്ത് ചെയ്യും? പേഷ്യൻസിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം, അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകളില് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയെ, ഒരു പ്രോസസ്സിനെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതായത് 11ാമത്തെ പോയിന്റ്, കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അസസിങ് അതോറിറ്റി ക്വാളിറ്റി അസസ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകൾ, ഫെസിലിറ്റീസ് ഒക്കെ ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു അതോറിറ്റി, ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവരെ ഏകോപിപ്പിക്കുക, അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ ഈ ക്വാളിറ്റി മാനേജർ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആരാണ്? ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടർ. ബോർഡ് ഓഫ് ഡയറക്ടർ ആണ് ടോപ്പ് മാനേജ്മെന്റ്. നെക്സ്റ്റ്, സിഇഒ എന്നാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ട് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നെക്സ്റ്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ്. മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെയും സിഇഒന്റെയും അണ്ടറിലെ ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജറുടെ അണ്ടറിലെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറില്
ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ എന്താണ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ ആരാണ് വരുന്നത്? ക്വാളിറ്റി കോർഡിനേറ്റർ. നിങ്ങളുടെ പ്രിന്റിൽ ഉണ്ടോ അത്? ക്വാളിറ്റി കോർഡിനേറ്റർ. കോർഡിനേറ്റ് ചെയ്യുന്നതിന്, ക്വാളിറ്റി ഉള്ള സർവീസുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കോർഡിനേറ്റർ. നെക്സ്റ്റ് ക്വാളിറ്റി കോർഡിനേറ്ററിന്റെ അടിയിലെ ക്വാളിറ്റി അസിസ്റ്റന്റ്. ക്ലിയർ ആയോ? ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി അസിസ്റ്റന്റ്. ഇപ്പുറത്തെ സെക്ഷനിൽ representatives from all medical and non-medical department. എല്ലാ മെഡിക്കൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും പ്രതിനിധികൾ റെപ്രസെന്റേറ്റീവ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ക്ലിനിക്കൽ സെക്ഷനിൽ മാത്രം ഇത് മതിയോ? ക്വാളിറ്റി മതിയോ? ഗുണനിലവാരം മതിയോ? ഇല്ല അല്ലെ. അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ സെക്ഷനിലും അല്ലെ, സെക്യൂരിറ്റി, പിന്നെ എന്താണ് ഡയറ്ററി, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്ത് ലഭിക്കണം? ക്വാളിറ്റി വേണല്ലേ. ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും പ്രതിനിധികള് ബോർഡ് എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അംഗങ്ങളായിരിക്കും. ക്ലിയർ ആയത്? Next, accreditation. Accreditation refers to public recognition. Accreditation അതായത് അംഗീകാരം അല്ലേ? ഹോസ്പിറ്റലിൽ അംഗീകാരം ലഭിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? refers to public recognition എന്ന് വെച്ചാൽ ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. പൊതുവായിട്ടുള്ള ഒരു അംഗീകാരമാണ്. For a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standard. ഒരു ഹോസ്പിറ്റലിലേക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം, അക്രഡിറ്റേഷൻ ലഭിക്കണം. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിന് എന്ത് ചെയ്യും? ഓരോ പെർഫോമൻസിന്റെയും സ്റ്റാൻഡേർഡിനെ അല്ലെ, നിലവാരത്തെ അസസ് ചെയ്യൂലെ, വിലയിരുത്തും. അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ? ഒരു ഹോസ്പിറ്റലിന് എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ നിലവാരത്തെ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലെ, എക്സ്റ്റേണൽ ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ഇങ്ങനെ അംഗീകാരം നൽകുന്നത് അല്ലെ. അവിടെ പേഷ്യൻസിന് നൽകുന്ന കെയർസ് എങ്ങനെയുണ്ട്? അവർക്ക് നല്ല സർവീസുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ട്രീറ്റ്മെന്റ് നല്ല രീതിയിലാണോ? എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ക്വാളിറ്റി എന്താണ് യോഗ്യരായവരാണോ അല്ലെ, ക്വാളിഫൈഡ് ആണോ? അവിടെ ഹോസ്പിറ്റലിലെ എൻവിയോൺമെന്റ് ഹൈജീനിക് ആണോ അല്ലെ? ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? അസസ് ചെയ്യും അല്ലെ, വിലയിരുത്തും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം, അക്രഡിറ്റേഷൻ നൽകുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസറി അല്ല, നിർബന്ധമായ ഒരു കാര്യമല്ല. പക്ഷെ അക്രഡിറ്റേഷൻ ലഭിച്ചാൽ എന്താണോ ആ ഹോസ്പിറ്റലിന് പല ബെനിഫിറ്റ്സുകളുണ്ട്, പല ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. അക്രഡിറ്റേഷൻ ഈസ് നോൺ കമ്പൽസറി. അക്രഡിറ്റേഷൻ എന്താണ്? നിർബന്ധമല്ല. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. ഇതെന്താണ്? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. ഫസ്റ്റ് തന്നെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറഞ്ഞില്ലേ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്? അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തും അല്ലെ, അവർ അസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും?
അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ തന്നെ പറഞ്ഞില്ല അതെന്താണ്, ഒരു തുടർച്ചയായ പ്രവർത്തനമാണ് അല്ലെ, ഓൺഗോയിങ് പ്രോസസ്. അതേപോലെ അക്രഡിറ്റേഷൻ, ഇപ്പൊ നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു, അത് ഓരോ 4 വർഷം കഴിയുമ്പോൾ ഈ അക്രഡിറ്റേഷൻ നമുക്ക് പുതുക്കണം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അവിടെ അസസ്മെന്റുകൾ നടത്തി അല്ലെ, ഓരോ സർവീസുകളെ കുറിച്ചും ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും വിലയിരുത്തി അവരെന്ത് ചെയ്യും, വീണ്ടും ഇംപ്രൂവ് ചെയ്യിക്കാണ് അല്ലെ, അല്ലേ? അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ നോൺ ഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തുടർച്ചയായ, തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ്. ക്ലിയർ ആയോ അത്? ഓക്കെ. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയാണ് പേഷ്യൻസിന് നമ്മൾ പേഷ്യൻസിന് ഉണ്ടാവോ, ബെനിഫിറ്റ്സ് ഉണ്ടോ, ഗുണങ്ങളുണ്ടോ? ഉണ്ട്. അതേപോലെ ആ ഓർഗനൈസേഷന്, ആ ഹോസ്പിറ്റലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ആർക്കുണ്ടാവും ബെനിഫിറ്റ്സ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ആരാണ് ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി? ആർക്കാണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ? ആരാണ്? ഒരു ഹോസ്പിറ്റൽ പേഷ്യൻസ് ആണ് അല്ലെ. അവർക്ക് അപ്പൊ എന്ത് കിട്ടും, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു. അപ്പൊ അവിടെ നിന്ന് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള ഗുഡ് സർവീസ്, ക്വാളിറ്റി ഉള്ള സർവീസുകളായിരിക്കും അല്ലെ, ക്വാളിറ്റി കെയർ ആയിരിക്കും അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കുന്ന ക്വാളിറ്റി കെയേഴ്സ് ആയിരിക്കും. കൂടാതെ അവിടെ വർക്ക് ചെയ്യുന്ന ആരുടെ കയ്യിൽ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്, സർവീസ് ലഭിക്കുന്നത്? പേഷ്യൻസിന് യോഗ്യരായ അല്ലെ മെഡിക്കൽ സ്റ്റാഫുകളുടെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ, എന്താണ് ഇതായിട്ടുള്ള ക്വാളിഫൈഡ് വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കും ഇവർക്ക് സർവീസുകൾ ലഭിക്കുന്നത്. നോക്കാറുണ്ട്. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. എന്താണ്? പേഷ്യൻസ്, രോഗികളാണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അക്രഡിറ്റേഷൻ കോസസ്, അക്രഡിറ്റേഷൻ എന്തിന് കാരണമാകുന്നു? ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു അല്ലേ. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്താണ്, അവിടെ കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും? ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ, ക്വാളിറ്റി ഉള്ളതായിരിക്കും, ഗുണനിലവാരമുള്ളതായിരിക്കും. അപ്പൊ പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ഉള്ള, ഗുഡ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ക്വാളിറ്റി ഉള്ള പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു, കാരണമാകുന്നു. നെക്സ്റ്റ്, ദ പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. പേഷ്യൻസിന് സേവനങ്ങൾ നൽകുന്നത് ആരാണ്? യോഗ്യതയുള്ള അല്ലെ, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവർക്ക് പരിചരണം നൽകുന്നത് അല്ലെ. ഈ അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രൊഫഷണൽ നോളജും അവരുടെ സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? തുടർച്ചയായി അവർക്ക് ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കുന്നുണ്ടാവും. അപ്പൊ അവരെങ്ങനെയാവും? നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ ലഭിച്ച നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കും അല്ലെ. ഈ സ്കില്ല്, പ്രൊഫഷണൽ നോളജ് ഒക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യില്ലേ? ഇൻക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് പ്രൊഫഷണൽ നോളജ്? നല്ല പ്രൊഫഷണൽ നോളജും നല്ല കഴിവുകളുള്ള ആളുകളായിരിക്കും, ടാലന്റഡ് പേഴ്സൺ ആവും. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇവർക്ക് മെഡിക്കൽ സർവീസ് അല്ലെ, മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നത്. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പേഷ്യൻസിന്റെ റൈറ്റ്സുകൾ, അവകാശങ്ങളും എന്ത് ചെയ്യുക? അവകാശങ്ങള് എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. എന്താണ്? ബഹുമാനിക്കപ്പെടുകയും പ്രൊട്ടക്ട് ചെയ്യുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുക, അല്ലെ സർവീസ് ലഭിക്കുക. അപ്പൊ ഈ ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ ലഭിച്ചാൽ എന്താണ്? അവരുടെ റൈറ്റ്സ് ആണ്, അല്ലെ? പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലേ ബഹുമാനിക്കുന്നത്? പേഷ്യൻസിന്റെ അവകാശങ്ങളെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും യോഗ്യതയുള്ള ക്രെഡൻഷ്യൽ യോഗ്യതയുള്ള. Next, patient satisfaction is frequently evaluated. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അവിടെ നിന്ന് ലഭിക്കുന്ന, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ അല്ലെങ്കിൽ സർവീസുകളിൽ അല്ലെങ്കിൽ ഫെസിലിറ്റീസിൽ അവർ തൃപ്തരാണോ എന്ന് ഫ്രീക്വന്റ് എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ചേഞ്ചസ് വരുത്തണം, അല്ലെ? ഇംപ്രൂവ്മെന്റ് വരുത്തണം, അല്ലെ? വേണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ തൃപ്തിയെ അവർ വിലയിരുത്തുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അക്രഡിറ്റേഷൻ ടു ഹോസ്പിറ്റൽ, accreditation to a healthcare organization invigorates continuous improvement. എന്താണ് അക്രഡിറ്റേഷൻ? ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ എന്താണ് നടത്തുന്നത്? തുടർച്ചയായ പുരോഗതി, ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർസിന്റെ തുടർച്ചയായ ഇംപ്രൂവ്മെന്റിനെ, പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നു, അല്ലെ? അവരെന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റിലേക്കല്ല, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഇംപ്രൂവ് ചെയ്യിക്കുകയാണ്, അല്ലെ? അവര് അസസ്മെന്റുകൾ നടത്തി, അല്ലെ? ഓരോ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും അസസ് ചെയ്ത് അതെന്താ? ഇംപ്രൂവ് ചെയ്യിക്കുകയാണ്, അല്ലെ? അപ്പൊ അതെന്താ? ഓരോ തവണ ഇംപ്രൂവ് ചെയ്യുമ്പോൾ അതെന്താണ്? പുരോഗതി അല്ലേ? മോഡേണൈസേഷൻ ആവുകയാണ്, അല്ലെ? പുതിയ എക്യുപ്മെന്റുകൾ കൊണ്ടുവരും, പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരും, അല്ലെ? യോഗ്യരായ ആളുകളെ കൊണ്ടുവരും, അല്ലെ? അപ്പൊ തുടർച്ചയായ പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. ക്ലിയർ ആയോ അത്? Next, it lets the organization demonstrate commitment to quality care and patient safety, thereby guarantees best clinical outcomes. എന്താണ് അവർക്ക് നൽകുന്ന ഫെസിലിറ്റീസ്? എങ്ങനെയുള്ളതാണ്? ഓർഗനൈസേഷൻ, അതായത് ആ ഹോസ്പിറ്റലിൽ നൽകുന്ന പേഷ്യൻസിന്റെ കെയർ എങ്ങനെ? ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെ? അപ്പൊ എന്താണ് ക്വാളിറ്റി കെയർ? ആൻഡ് പേഷ്യൻസിന്റെ സേഫ്റ്റിയിലെ സുരക്ഷിതത്വ ഉറപ്പ് നൽകിക്കൊണ്ട് എന്താണ് നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും അവർ കൊടുക്കുന്നത്, അല്ലെ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് നല്ല ബെറ്റർ ട്രീറ്റ്മെന്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. എന്താണ് അവർക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് എന്താണ് നല്ല ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ്, അല്ലെ? ക്ലിനിക്കൽ ഔട്ട്കംസ് അവിടെ പോയി ഒരു പേഷ്യൻസ് ചികിത്സിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് അവരെ അസുഖം മാറും, അല്ലെ? എന്നുള്ള ഒരു ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കുന്നു, അല്ലെ? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്താണ് അവിടെയുള്ള ഫെസിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും ക്ലിനിക്കൽ ആയിക്കോട്ടെ നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ എല്ലാ ഫെസിലിറ്റീസും എന്തായിരിക്കും? ക്വാളിറ്റി ഉള്ളതായിരിക്കും, അല്ലെ? അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസുകള് ഗ്യാരണ്ടി ചെയ്യാൻ, ഉറപ്പ് നൽകാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് ഉറപ്പ് നൽകാൻ സാധിക്കുന്നു. Next, it raises community confidence in the service given by the healthcare organization as services provided by credentialed medical staff. എന്താണ് ക്രെഡൻഷ്യൽ ആയിട്ടുള്ള, അല്ലെ? യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് അവിടെ സർവീസ് ലഭ്യമാക്കുന്നത്, അല്ലെ?
അതുകൊണ്ട് എന്താണ് കമ്മ്യൂണിറ്റിയിൽ അല്ലെ സമൂഹത്തില് ഒരു കോൺഫിഡൻസും കൂടി നൽകുന്നു അല്ലെ. രോഗികൾ ചിലപ്പോ നമ്മൾ പറയും ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് എന്താണ് തീർച്ചയായും നമുക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കും അല്ലെ. നമ്മൾ പറയാറില്ലേ ചില ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടേഴ്സ് നല്ലതാണ്, അല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാർ, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് നല്ലതാണെന്ന് നമ്മൾ പറയാറില്ലേ. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റൽ അപ്പൊ എന്താണ് ഇങ്ങനെ അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിക്കുന്നത് കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു കോൺഫിഡൻസ് എന്താണ് ഒരു ആത്മവിശ്വാസം നൽകുന്നു. അവിടെയുള്ള സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരാണ്? യോഗ്യതയുള്ള അല്ലെ, ക്രെഡൻഷ്യൽ ആയിട്ടുള്ള യോഗ്യതയുള്ള സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കും? ബെറ്റർ ആയിരിക്കും, ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം സമൂഹത്തിന് ലഭിക്കുന്നു. ക്ലിയർ ആയോ അത്? It provides an opportunity to the healthcare units to benchmark with the best. എന്താണ് ഈ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലുകൾക്ക് ഒരു ബെഞ്ച് മാർക്ക് നൽകിയാണ്, അത് ബെസ്റ്റ് ആണെന്നുള്ള അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ച അവർക്ക് വെറുതെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ അംഗീകാരം? അക്രഡിറ്റേഷൻ ബെഞ്ച് മാർക്ക് നല്ല അംഗീകാരം, അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? നാബ് ഒക്കെ വന്നു ഒരുപാട് കാര്യങ്ങള് എന്താണ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് അംഗീകാരം ലഭിക്കുന്നത്. അവർക്ക് കൈക്കൂലി കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്താണ് സേഫ്റ്റി നോക്കിയിട്ടൊക്കെയാണ്, പേഷ്യൻസിന്റെ സേഫ്റ്റി, അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവര് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ അതെന്താണ് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എന്തിട്ടാണ് ഒരു ബെഞ്ച് മാർക്ക് അല്ലെ, ഒരു അംഗീകാരം ലഭിക്കുന്നു. ബെറ്റർ ആണ്, ഒരു ബെസ്റ്റ് ആ ഹോസ്പിറ്റല് ബെസ്റ്റ് ആണ്, നല്ലതാണ്, അല്ലെങ്കിൽ ബെറ്റർ ആണ് എന്നുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നു. ക്ലിയർ ആയ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, an accreditation status also provides a marketing advantage in competitive health care. എന്താണ് മത്സരാധിഷ്ഠിത ആരോഗ്യ സംരക്ഷണത്തിൽ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലുകള് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? സർവീസ് ആയിരുന്നു. ഇപ്പൊ സർവീസ് ആണോ നോക്കുന്നത്? അല്ല അല്ലെ, പ്രോഫിറ്റ് നോക്കി മത്സരാധിഷ്ഠിത ഇതാണ് അല്ലെ അല്ലേ. അപ്പൊ എന്താണ് മത്സരാധിഷ്ഠിത ആരോഗ്യ സംരക്ഷണത്തില് ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജും കൂടി ഇവർക്ക് നൽകുന്നു, ഈ ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുന്നു. ഇപ്പൊ 3 or 4 ഹോസ്പിറ്റൽ ഉണ്ട്, ആ ഒരു സൊസൈറ്റി ആ ഒരു ലൊക്കേഷനില് ഒരു 3 or 4 ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അതിലും ഒരു ഹോസ്പിറ്റലിന് മാത്രം അംഗീകാരം, നാബിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളെങ്കിൽ ആളുകൾ എവിടെയായിരിക്കും പോകുന്നത്? ആ ഹോസ്പിറ്റലിലേക്കായിരിക്കും അല്ലെ പോകുന്നത്. ഇപ്പൊ ആസ്റ്റർ മെഡ് സിറ്റി, അവിടേക്കൊക്കെ ആസ്റ്റർ മെഡ് സിറ്റി, പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുകളില്ലേ, കോട്ടയ്ക്കൽ ആയുർവേദശാല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്കൊക്കെ ഫോറിനേഴ്സ് വരുന്നുണ്ട്. അവരെങ്ങനെ അറിഞ്ഞിട്ടാണ് വരുന്നത്? രാജഗിരി ഹോസ്പിറ്റൽ ഇല്ലേ, ഫോറിനേഴ്സ് വരുന്നില്ലേ? അവരെന്താണ് ആ ഹോസ്പിറ്റലിന് ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോഴാണ് എന്താണ് ഫോറിനേഴ്സിനും കൂടി അന്താരാഷ്ട്ര ലെവലിലാണ് അവർക്ക് അംഗീകാരം ലഭിക്കുന്നത്. അപ്പൊ എന്താണ് പ്രൊമോഷൻ പ്രൊമോഷൻ ചെയ്യും. പിന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന കെയർസ് എന്താണ് ക്വാളിറ്റി ഉള്ളതാണ് എന്ന ഉറപ്പിലൊക്കെയാണ് അവര് ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. അപ്പൊ എന്താണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്ത്രം കൂടിയാണ് എന്താണ് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. The HCCO standards having been certified by ISQUA provides an international recognition which will also help to encourage medical tourism. എന്താണ് ISQUA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനാഷണൽ Society for Quality in Healthcare. International Society for Quality in Healthcare.
ഇന്റർനാഷണൽ ലെവലില്, അന്താരാഷ്ട്ര ലെവലില് ഹോസ്പിറ്റൽ HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് നോക്കി എന്താണ് അവർക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് ISQUA. ഒരു ബോർഡാണ് ISQUA. അത്രേ ഉള്ളൂ. QUA എന്നുള്ളൂ, ഏടില്ല. ISQUA എന്നാണ് പറയുന്നത്. അതെന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അത്രേ ഉള്ളൂ കേട്ടോ അതിന്റെ എക്സ്പാൻഡഡ് ഫോം. അപ്പൊ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിക്കുന്നതാണ്, കൊടുക്കുന്നതാണ് ISQA. അപ്പൊ ISQA-ന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചാൽ എന്താണ്? നമുക്ക് ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ അംഗീകാരം ലഭിക്കുന്നത്. അപ്പൊ എന്തുവരും? ഫോറിനേഴ്സ് അല്ലെ, പുറം രാജ്യത്ത് നിന്നുള്ള ആളുകൾ എന്തുവരും? നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് എന്തുവരും? ട്രീറ്റ്മെന്റിന് വരും അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഈ അക്രഡിറ്റേഷൻ ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് ഹോസ്പിറ്റലുകളില് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്ലിയർ ആയോ? പുറത്തുനിന്നുള്ള വിദേശികള് നമ്മുടെ നാടുകളില് ട്രീറ്റ്മെന്റിന് വരും. അപ്പൊ എന്താണ്? ഇന്റർനാഷണൽ ലെവലില് നമുക്ക് അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം ലഭിക്കുമ്പോ മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു. ഈ പുറമേ നിന്നുള്ള ആളുകൾ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നാൽ എങ്ങനെയാണ്? ഹോസ്പിറ്റലിലേക്ക് ബെനിഫിറ്റ്സ് ആണോ? പ്രോഫിറ്റ് കിട്ടും അല്ലെ. അത് അവർക്ക് ബെനിഫിറ്റ്സ് അല്ലേ. Next, in the end, accreditation provides an objective system of empanelment by insurance and other third parties. എന്താണ്? നമുക്ക് അറിയാം, തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ്ലെസ് പേയ്മെന്റ് ആണ് അല്ലെ. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലേ. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ ലഭിക്കാറുണ്ടോ നമുക്ക്? ഇല്ല അല്ലെ. ചില ഹോസ്പിറ്റലിലല്ലേ കിട്ടുള്ളൂ. അപ്പൊ അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് മൂലം എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് ഈ ക്യാഷ്ലെസ് എന്താണ് ചില ഹോസ്പിറ്റലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കുന്നു. എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികള് എന്ത് ചെയ്യും? ഈ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലുകളെ അവരുടെ ഇൻഷുറൻസ് ക്ലെയിമിൽ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. സെലക്ട് ചെയ്യാണ് ആ ഹോസ്പിറ്റലിനെ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. എന്താണ്? സ്റ്റാഫുകൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? The staff is an accredited hospital is content a lot since it provides for continuous learning, good working environment and leadership. എന്താണ്? ഹോസ്പിറ്റലിലെ അക്രഡിറ്റേഷൻ ലഭിച്ചാൽ എന്താണ്? എന്താണ്? ഈ സ്റ്റാഫുകൾ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്തായിരിക്കും? സംതൃപ്തരായിരിക്കും അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇറ്റ് പ്രൊവൈഡ്സ്, അത് എന്താണ്? അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കും. ആ ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫോർ കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെ, തുടർച്ചയായ പഠനം അല്ലെ. ഇവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. ട്രെയിനിങ് കൊടുത്തിട്ട് ഇവിടെ സ്കില്ലുകൾ, പ്രൊഫഷണൽ നോളജുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രെയിനിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അവർക്ക് കണ്ടിന്യൂസ് ലേണിംഗ് നടക്കുന്നുണ്ട്. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല പ്രവർത്തനാന്തരീക്ഷം നൽകുന്നു. ആൻഡ് ലീഡർഷിപ്പ്, നേതൃത്വവും നൽകുന്നു. ക്ലിയർ ആയോ? ഇവർക്ക് എന്തും തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആണ് അല്ലെ ട്രെയിനിങ്ങുകൾ ലഭിക്കുന്നതിലൂടെ കിട്ടുന്നത് അല്ലേ. അപ്പൊ അവർക്ക് എന്താണ്? കണ്ടിന്യൂസ്, ഇവരെന്താണ്? ഹോസ്പിറ്റലുകള് അംഗീകാരം ലഭിക്കും. ഒരു അംഗീകൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ എന്തായിരിക്കും? വളരെയധികം
സംതൃപ്തരായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായ പഠനം നടക്കുന്നു, അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ എൻവിയോൺമെന്റ് ആയിരിക്കും, നല്ല പ്രവർത്തന അന്തരീക്ഷമായിരിക്കും ലഭിക്കുന്നത്, നേതൃത്വവും ലഭിക്കുന്നു. Next, capabilities and skills of staff also get enhanced in an accredited hospital. എന്താണ്? അംഗീകൃത ഹോസ്പിറ്റൽ, ഇങ്ങനെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എന്താണ്? കഴിവുകളും അല്ലെ, കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് എന്താണ്? കഴിവുകളും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നു ഇല്ലേ? ട്രെയിനിങ്ങുകൾ നൽകി അല്ലെ, അവർക്ക് ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ കേപ്പബിലിറ്റീസിലെ വൈദഗ്ധ്യവും സ്കില്ലുകളെയും വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Next, it enhances comprehensive professional development, knowledge and skill in systematic ways with a defined ownership and accountability for all the staff. That includes medical and paramedical staff. എന്താണ്? പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെ, ക്ലിനിക്കൽ ആയിക്കോട്ടെ, മെഡിക്കൽ ആയിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അവർക്ക് എന്താണ് ലഭിക്കുന്നുണ്ട്? അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ. ഓണർഷിപ്പ് തന്നെ ഉടമസ്ഥത ഇല്ലേ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? ഉണ്ടല്ലേ. ചിലപ്പോ അവരെന്തായിരിക്കും? ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ അവര് അണ്ടറിൽ ഉണ്ടാവും അല്ലെ, കുറെ ആളുകള് ഉണ്ടാവോ? അവര് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, ഉടമസ്ഥതയില് ഉണ്ടാവോ? മെഡിക്കൽ, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ്? എല്ലാ ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ്? മിസ് പറയുന്നുള്ളൂ, പറയാം മിസ്. എല്ലാ സ്റ്റാഫുകൾക്കും നിർവചിക്കപ്പെട്ട ഓരോരുത്തർക്ക് എന്താണ്? ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത എന്നാണ്. എന്താണ്? ചിലപ്പോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഹെഡായിട്ട് നിൽക്കുന്ന ആളുകളില്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡുകൾ ഉണ്ടാവില്ലേ, HODs. അണ്ടറിൽ വേറെ സ്റ്റാഫുകൾ ഉണ്ടാവും, അവരായിരിക്കും ഏറ്റവും പൊക്കത്ത് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകള്. പിന്നെന്താണ്? അല്ലാത്ത ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് എന്താണ്? ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അല്ലെ, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണ്? അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചങ്ങാട്ട് അല്ലെ ഉപയോഗിച്ച് ഇത് സമഗ്രമായ എന്താണ് ഓരോ ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ട് അവർക്ക് എന്ത് ലഭിക്കുന്നു? എൻഹാൻസസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെ, സമഗ്രമായ പ്രൊഫഷണൽ വികസനം അല്ലെ, അവരെ പ്രൊഫഷണൽ സ്കില്ല് വർദ്ധിക്കാൻ സാധിക്കുന്നു അല്ലെ, ട്രെയിനിങ്ങുകൾ ലഭിച്ച. പിന്നെ നോളജ്, അവരെ അറിവ് വർദ്ധിപ്പിക്കുന്നു. ആൻഡ് സ്കില്ല്, അവരുടെ വൈദഗ്ധ്യവും കഴിവുകളും എന്താണ്? സിസ്റ്റമാറ്റിക് ബേസിലൂടെ, ചിട്ടയായ രീതികളിലൂടെ എന്താണ്? അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അതിലൊന്നുമില്ല, നിങ്ങൾക്ക് അതിൽ കുറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ്? മെഡിക്കൽ, നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ. നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ലാബ് ടെക്നീഷ്യൻ, ടെക്നോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, എന്താണ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് അല്ലെ, ന്യൂട്രീഷനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് ഹോസ്പിറ്റലിൽ, നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ. അപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾക്കും നോൺ മെഡിക്കൽ സ്റ്റാഫുകൾക്കും എന്താണ്? ട്രെയിനിങ്ങുകൾ നൽകുക അല്ലെ, അവർക്ക് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ നൽകി അവരെന്താണ്? പ്രൊഫഷണലി ഡെവലപ്മെന്റ് അല്ലെ, പ്രൊഫഷണലി എന്താണ്? വികസനവും അവര് നോളജും അവരെ സ്കില്ലുകൾ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഒരു കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ കേട്ടാ. ക്ലിയർ ആയോ? മെഡിക്കൽ, നോൺ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിറവേറ്റുന്നതിന് ആവശ്യമായ ട്രെയിനിങ്ങുകളൊക്കെ നൽകിയിട്ട് അവരുടെ പ്രൊഫഷണൽ അറിവും അവരുടെ നോളജും അവരുടെ സ്കില്ലുകളും ഇംപ്രൂവ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ്, അക്രഡിറ്റേഷൻ ബോഡീസ്. 4 അക്രഡിറ്റേഷൻ ബോഡീസ് ആണുള്ളത്.
NABH എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് ഹോസ്പിറ്റലിലേക്ക് ദേശീയ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്നതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നെക്സ്റ്റ് NABL നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? NABL laboratory national accreditation board for testing and calibration laboratories. National accreditation board for testing and calibration laboratories. National level ലബോറട്ടറീസ് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റി ഉള്ളതാണോ, സ്റ്റാൻഡേർഡ് ഉള്ളതാണോ എന്നൊക്കെ നോക്കി അംഗീകാരം കൊടുക്കുന്നതാണ് NABL. നെക്സ്റ്റ് ACHSIയും JCAയും ഇന്റർനാഷണൽ ലെവലിൽ അന്താരാഷ്ട്ര ലെവലില് അംഗീകാരം ഹോസ്പിറ്റലുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നതാണ്. ACHSI ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ACHSI എന്ന് പറഞ്ഞാല് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർസിന് അംഗീകാരം അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ACHSI. നെക്സ്റ്റ് JCI എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ works to enhance patient safety and quality of health care in the international community. ഇതെന്താണ്? നാഷണൽ കമ്മ്യൂണിറ്റിക്ക് അല്ല, എന്താണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കാണ് അല്ലെ, അന്താരാഷ്ട്ര സമൂഹത്തിലാണ്. അവർക്ക് എന്താണ്? ബൈ പ്രോമിസിംഗ് ഉറപ്പല്ലാണ് എന്ത്? എഡ്യൂക്കേഷൻ, പബ്ലിക്കേഷൻസ്, advisory services and international accreditation and certification. എന്താണ്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, പ്രസിദ്ധീകരണങ്ങൾ അല്ലെ, പബ്ലിക്കേഷൻസ്, മാഗസീനുകൾ, ഹെൽത്ത് റിലേറ്റഡ് പബ്ലിക്കേഷൻസ്. പിന്നെന്താണ്? അഡ്വൈസറി സർവീസസ്, എന്താണ്? ഉപദേശക സേവനങ്ങൾ. ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ അല്ലെ, അന്തർദേശീയ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിലെ, നാഷണൽ സമൂഹത്തിലല്ല ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില്, അന്താരാഷ്ട്ര സമൂഹത്തില് പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ, രോഗികളുടെ സുരക്ഷയും ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ, എന്താണ്? ആരോഗ്യ പരിപാലന നിലവാരവും വർദ്ധിപ്പിക്കുകയാണ് JCI വർദ്ധിപ്പിക്കുന്നതിനാണ് JCI പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം മിസ്. വിദ്യാഭ്യാസം ഇങ്ങനെ താഴേന്ന് വരാട്ടെ. ആദ്യം തന്നെ എഡ്യൂക്കേഷൻ, അത് പ്രോമിസ് ചെയ്തുകൊണ്ടാണ് അവര് പറയുന്നത്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, എന്താണ്? പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങൾ, ഉപദേശക സേവനങ്ങൾ, പിന്നെന്താണ്? ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ അല്ലെ, അന്താരാഷ്ട്ര ലെവലില് അത് സർട്ടിഫിക്കേഷൻ നൽകുക എന്നൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്താണ്? അന്താരാഷ്ട്ര സമൂഹത്തിൽ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പേഷ്യന്റ് രോഗികളുടെ സുരക്ഷിതത്വവും എന്താണ്? ക്വാളിറ്റിയുള്ള, ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനാണ് JCI പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? NABH ഒക്കെ നമുക്ക് നാഷണൽ ലെവലിലാണ് നമുക്ക് അക്രഡിറ്റേഷൻ, പേഷ്യൻസിന് സേഫ്റ്റിയും എന്താണ് ഗുണനിലവാരമുള്ള രോഗി പരിചരണവും ഉറപ്പ് നൽകുന്നത്. പക്ഷെ JCI ഇന്റർനാഷണൽ ലെവലിലാണ് അവരെന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും രോഗി പരിചരണവും ഉറപ്പ് നൽകുന്നത്. Next, JCI is the world largest health care accreditor. JCI ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അംഗീകാരം നൽകുന്നത് JCI ആണ്. Since 1994, each hospital that has tried JCI Gold
seal of approval has done so as part of constant performance improvement journey. എന്താണ് 1994 മുതൽ JCAയുടെ ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് ഹോസ്പിറ്റൽ എന്താണ് അപ്രൂവൽ പരീക്ഷിച്ച ഓരോ ഹോസ്പിറ്റലുകളും ഓരോ ആശുപത്രി എന്താണ് നിരന്തരമായ മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ ജേർണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മ പറഞ്ഞ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിന്യൂസ് ആണ് അല്ലേ ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ എന്ന് പറഞ്ഞാല് ഗോൾഡ് സീൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ JCAയുടെ ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് 1994 മുതൽ രജിസ്റ്റർ ചെയ്ത പരീക്ഷണം ആരംഭിച്ച ഹോസ്പിറ്റലിൽ എന്താണ് ഇന്നും അതിനുള്ള ജേർണി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം രോഗികൾക്ക് നൽകേണ്ടത്. അതിനുവേണ്ടി ഇന്നും ഹോസ്പിറ്റലുകളിൽ എന്താണ് ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് 1994 മുതൽ ഈ അപ്രൂവൽ പരീക്ഷിച്ച എന്താണ് ട്രൈ ചെയ്ത ഹോസ്പിറ്റലുകൾ ഇന്നും അതിന്റെ ജേർണി യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയോ? ഇത്രയും ഭാഗം ഓക്കെ ആയോ എല്ലാവർക്കും? ഈ ചാപ്റ്റർ ഇങ്ങനെ പറയാം, ഇതിലുള്ള കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഇതൊക്കെ എന്താണ് ഒരു ലോ ആണ് അല്ലെ, നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചേർക്കാൻ പറ്റുമോ? നിയമത്തില് നമ്മുടെ വക എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ? ഇതാരൊന്നും പറയാത്തെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങള് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളൂ. അപ്പൊ കുറച്ചു പേര് ലെഫ്റ്റ് ആയി. ക്ലിയർ ആവുന്നുണ്ടോ മിസ് എടുക്കുന്നത്? എല്ലാ ചാപ്റ്റേഴ്സും ഒന്നിനൊന്നിനും മെച്ചം എന്ന് പറഞ്ഞ രീതിയിലാണ് നമുക്ക് കിടക്കുന്നത് മുന്നില്. എല്ലാവർക്കും ക്ലിയർ ആണോ മിസ് എടുക്കുന്നത്? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.